السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും, മൻ അതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ യുസല്ലി മിനൽ ലൈൽ. ഒരാൾ ജാവ് കിടക്കുമ്പോൾ അയാളെ മനസ്സിലുണ്ടോ നാ ജാവ് കഴിച്ച് തഹജ്ജുദ് നിസ്കരിക്കണുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കണോണ്ട് വിചാരിച്ചിട്ടായിരിക്കും അയാൾ വറങ്ങടെ. ഫഗലബത്തു ഐനാഹു, അങ്ങനെ അയാൾ വറക്ക് സ്വയല്ലാണ്ടായി പോയിത്ത്, നല്ല വറക്കായിട്ട് അയാൾ. ഹത്ത അസ്ബഹ, അങ്ങനെ സുബൈ വാങ്ങായിത്ത് അയാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കുക ആയില്ല. കാരണം ഭയങ്കരത്തെ വറക്കലായിട്ടിത്ത് അയാൾ. എങ്കിൽ കുതിബലഹു മാനവ, അയാൾ നല്ല നിയത്ത് വെച്ചിട്ട് വറങ്ങിയത് കൊണ്ടു അയാൾക്ക് ആ തഹജ്ജുദ് നിസ്കരിച്ച് കൂലി അള്ളാഹു കൊടുക്കടാണ്ട്. മാത്രമല്ല വക്കാന നൗമുഹു സ്വതക്കത്തൻ അലൈഹി മിർ റബ്ബിഹി, അയാൾ ആ വറങ്ങിയ വറക്ക് അത് അള്ളാഹുടെ വക്കൽ നിന്നിട്ട് ഒരു സ്വതക്കായിട്ട് അള്ളാഹു ആക്കി തീർക്കണം. അപ്പോൾ നോക്കൊരു നീയത്ത് നല്ല എങ്കിൽ മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്നതായ കൂലിയായിട്ടിക്കട്. നീയത്തുൽ മുഅ്മിൻ ഖൈറു മിൻ അമലി, മുഅ്മിൻ്റെ നീയത്ത് അമല്ലാണ്ട് ഏറെ ഖൈർ എന്തല്ലേ. ഇപ്പം അയാൾ രണ്ട് കൂലി, ഒന്ന് അയാൾ വറങ്ങിയതിൽ ആ വറക്കും കൂലിയായിട്ട്, പിന്നെ അയാൾ കരുതിയ ആ തഹജ്ജുദ് നിസ്കാരം അയാൾ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിയത്ത് നല്ല എങ്കിൽ എല്ലാം നമുക്ക് നല്ലതായി കിട്ടും. ജയ്സ നിയത്ത് വൈസ ബർക്കത്ത് എന്തല്ലേ, നിയത്ത് തക്ക ബർക്കത്തായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ജാഗു നങ്ങിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കൽ അത് വലിയൊരു സുന്നത്തുള്ളൊരു കാര്യമായിട്ട്, വലിയ പുണ്യമുള്ളൊരു കാര്യമായിട്ട്. അത് ഞങ്ങളുടെ വറക്ക് നിമിത്തമായിട്ട് അത് എപ്പോഴല്ല എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വറങ്ങിയിട്ട് ബാക്കിയായെങ്കിൽ അതിൽ കൂലി കിട്ടും. കൂലി കിട്ടുക എന്നിട്ട് ഞങ്ങൾ എന്താക്കുക തീരാ, അതിൽ കെയർലെസ് ആക്കോ തീരാ, ഞങ്ങൾക്കത് കലാവിയിടവും സുന്നത്തുണ്ട്. സുബൈക്ക് എന്താക്കാതെ കലാവിയിടത് സുന്നത്തുണ്ട്. ഒരു ഹദീസിൽ കാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മഅൻ ഇബ്നു യസീദ് ചെല്ല് ഒരു സ്വഹാബി, മഅൻ ചെല്ല സ്വഹാബി, അദ്ദേഹത്തെ ബാപ്പായിട്ടിക്കടി യസീദ് ഉണ്ട്. രണ്ടാളും സ്വഹാബിയായിട്ടിരുന്നാറ്. യസീദ് ബാപ്പ ഭയങ്കര ധർമ്മിഷ്ഠ വ്യക്തിയായിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തോണ്ടിരിക്കണം ആർക്ക്, അങ്ങനത്തെ ഒരു മനസ്സായിട്ടിക്കടയാൽ. അപ്പോൾ അദ്ദേഹത്തെ പിന്നെ പള്ളിക്ക് പറയുമ്പോൾ എന്തെങ്കിലും അദ്ദേഹം കൊണ്ടുപോകേണ്ട കയ്യിൽ, അങ്ങനെ പള്ളിയിൽ ആരെങ്കിലും മിസ്കിന്മാരെന്നെങ്കിൽ എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കടയിൽ, അങ്ങനത്തെ ഒരു സ്വഭാവത്താളും. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ബേസായിട്ട് ബാപ്പു യസീദ് അങ്ങനെ പിന്നെ പള്ളിക്ക് പോകും സാധ്യമാവാത്തപ്പോൾ മോന് പള്ളിക്ക് പോയിട്ടിരുത്ത്, മഴന് മോനായിട്ടിക്കട്. അങ്ങനെ മോനൊട്ട് എന്തെങ്കിലും കൊടുത്തോണ്ടിരുത്ത്, മോനെ ആരെങ്കിലും പാവത്തങ്ങ എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ ബാപ്പ സ്വതക്ക പിടിച്ചിട്ട് ഇങ്ങനെ കാത്തോണ്ടുണ്ടു, മോന് പള്ളിക്ക് പോകണ്ടല്ലേ, പള്ളിക്ക് പോയി കൊടുക്കുവാണ്ട്. അങ്ങനെ മോന് നോക്കും പോയിട്ടായിരുന്നു. പെഞ്ഞായിട്ട് കേൾക്കുമ്പോൾ മോന് പോയാനടി കേൾക്കുമ്പോൾ മോന് പോയിട്ടായിരുന്നു, പണി പോയിട്ടാണ്. ഇന്നത്തെ സ്വതക്ക നഷ്ടപ്പെടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ബേജാറിലിരിക്കുമ്പോൾ 10 ഒരു കാക്ക ഇങ്ങനെ പള്ളി പോയത് കാണുത്തു. അപ്പോൾ ആ കാക്കയുടെ വിളിച്ച് ചെന്ന്, എന്താ ഇത് ഇന്നത്തെ നാൾ ആർക്കെങ്കിലും പള്ളിയിൽ മിസ്കീന്മാരെന്നെങ്കിൽ ഇത് കൊടുക്കോറു ചെന്നിട്ടു ആ കാശിൽ ആ കാക്കോട്ട് കൊടുത്തു. അങ്ങനെ ആ കാക്ക സീത പള്ളിക്ക് പോയിട്ട് അങ്ങനെ നോക്കി താരെങ്കിലും മിസ്കിന്നമാരെ കാണാൻ നോക്കുമ്പോൾ ഈ മോനും മഴന് പള്ളിയുടെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ ദിക്റ സ്വലാത്ത് ചെന്നിട്ടുണ്ട് വെച്ച് കാണും. പാവത്ത പോലെ കണ്ടെത്ത് മിസ്കിന്, അല്ലെങ്കിൽ മിസ്കിനെ അങ്ങനെ മെല്ലെ പോയിട്ട് ഇതാ ഇത് നിങ്ങൾക്ക് കട്സതൊക്കെ ആയിട്ട് ചെന്ന്, ഇത് ബാപ്പ തന്നിട്ടെന്ന് ചെന്നിട്ടില്ല, അയാളിങ്ങനെ കൊടുത്ത അയാൾ കൊന്നില്ല, ഇത് മോനുണ്ട്. അങ്ങനെ മഴനക്ക് ഭാര്യ സന്തലായിട്ട് അങ്ങനെ ഔത്ത് വന്നപ്പോൾ ബാപ്പയോട് ചെന്ന്, ബാപ്പ നായിൻ്റെ പള്ളിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിനക്ക് സ്വതക്കായിട്ട് കുറേ കാശ് തന്ന്, പൈസ തന്ന്. അങ്ങനെ ബാപ്പയ്ക്ക് എടുത്തൊക്കെ കാശ് കാട്ടുള്ള നമുക്ക് കാട്ടുമ്പോൾ അതേ പൈസ ആയിട്ടിക്കട്. അപ്പോൾ എന്തുള്ള ഇത് ഞാൻ കൊടുത്ത്, ഞാനൊരു മിസ്കീന് സ്വതക്ക ചെയ്യോ കൊടുത്ത് കാശായിട്ടിക്കട്, ഇത് നിൽക്കേനെ വന്നേ, അതുകൊണ്ട് ആ കാശിനൊക്കെ തിരിച്ച് തരണു. ನಾನು ನಿಂದೆ ಉದ್ದೇಶ ತಂದ್ರಲ್ಲೇ ಹಂಗಂತ ನಿಕ್ಕನ ತಂದಾಂಗ್ಲಿ ನಾನು ಪಲ್ಲಿ ಅವತ್ತಿದ್ದಾನಲೆ ಪಲ್ಲಿನ ಕಟ್ತಾನ
അതുകൊണ്ട് നിന്നെ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ആ കാശ് നക്ക് തിരിച്ചു തരണോ ചൊല്തു. കാരണം എന്തേ, അത് ഇന്നത്തെ നാളിൽ എൻ്റെ സ്വതക്ക നഷ്ടപ്പെടുത്തിയില്ല. എൻ്റെ മോനു ആ സ്വതക്ക ചെയ്യാൻ കൊണ്ട് നക്ക് ആ ഉദ്ദേശിച്ച കൂലി കിട്ടല്ല ചില പേടിയായിട്ടിക്കട്. അതോ സ്വതക്കത്ത് കിട്ടുന്നതായ വലിയൊരു ആ കൂലിൻ്റെ ഒരു ആഗ്രഹമായിട്ടിക്കട് ബാപ്പ തിരിച്ചു കെടുത്തു. അപ്പോൾ മോനു ഒരു മസാലയുടെ ഒരു സംശയ. കാരണം മോനു എത്തു ബാപ്പ ഇത് നിങ്ങൾക്ക് ഹക്കാവില്ലേ, കാരണം പിന്നെ അത് നല്ല അവകാശമായിട്ടിക്കട്, നക്ക് ഒരാൾ ഇങ്ങനെ ഹതിയായിട്ട് തന്നതായിട്ടിക്കട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തൻ്റെ ആവശ്യം നക്ക് പണ്ടില്ല, കാരണം അത് നക്ക് അയാൾ തന്നത് കൊണ്ടും അത് നല്ല അവകാശമായിട്ട് മോനും ആ ഒരു മസാലയുടെ വിഷയത്തിൽ ആ രണ്ടാൾക്ക് എന്തായിട്ട് തർക്കമായിട്ട് ബാപ്പയോട് അത് നല്ല അവകാശമാണ്, മോൻ ചൊല്ല നല്ല അവകാശമാണ്. അങ്ങനെ അവസാനമായിട്ട് ഫഹാസമത്തുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട കേസ് പോയിത്ത് എന്തൊരു വിഷയത്തും പരിഹാരം അവിടെ നിന്ന് എത്തിക്കരുത്. ഹബീബായ നബി തങ്ങളെ മുട്ട പരിഹാരമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാളെയും ദൂരു അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് എന്നിട്ട് എന്ത് ഒരു തീർപ്പ് ചെന്ത് ലക്കമാ നവൈത്തയാ യസീദ്, ഓ യസീദെ ബാപ്പടെ വെച്ച് ചെന്ത് നിങ്ങളെ ഉദ്ദേശം എന്തിരെ മിസ്കിന്മാർക്ക് നിങ്ങൾ കൊടുക്കണുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളെ മോന് മിസ്കിനായിട്ടിക്കട്, അതുകൊണ്ട് നിങ്ങളെ മോനക്ക് സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും ഒരു മിസ്കീന് സ്വതക്ക ചെയ്യാന്ന് ചൊല്ലെ ഉദ്ദേശം നിങ്ങൾക്ക് ഇന്നത് കൊണ്ട് നിങ്ങളുടെ മോനും അതൊക്കെ അവകാശമായത് കൊണ്ട് നിങ്ങൾ കരുതിയത് നിങ്ങൾക്ക് അതിൽ കൂലി കണ്ടിത്തായിട്ടും കിട്ടും. നിങ്ങൾ ഉദ്ദേശം നല്ലതായത് കൊണ്ട് നിങ്ങൾ കരുതിയത് നിങ്ങൾക്ക് കൂലി കിട്ടും. വലക്കമാ അഖസ്ത യാ മഅൻ, ഓ മഅനെ മോനെ വെച്ച് ചെല്ലു, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ അവകാശമായിട്ട് നിങ്ങൾക്ക് തിരിച്ചിട്ട് ബാപ്പ കൊടുക്കുക ആവശ്യം വേണ്ടില്ല. കാരണം നിങ്ങൾ ഒരു മിസ്കീൻ എന്ന നിലയ്ക്ക് ഒരാൾ നിങ്ങൾക്ക് തന്നത് കൊണ്ട് അത് നിങ്ങൾ അവകാശമായിരിക്കും. അപ്പോൾ നിങ്ങളെ ഉദ്ദേശം നിങ്ങളെ നിയത്ത് പോലെ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു അവകാശം കിട്ടുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുക. അപ്പോൾ മുഅ്മിനായ മനുഷ്യരെ നീയത്ത് അത് ഭയങ്കരത്തെ ഒരു പവർഫുള്ളായിട്ട് ഞങ്ങൾ കരുതിയത് ഞങ്ങൾക്ക് കണ്ടിത്തായിട്ടും കിട്ടും. അത് റബ്ബുടെ വക്കലിട്ട് ഞങ്ങൾക്കത് അത് കണ്ടിത്തായിട്ട് നഷ്ടപ്പെടില്ലാണ്ട് ഈ സംഭവത്തിൽ കൂടി ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കണം. അള്ളാഹു ഞങ്ങളെല്ലാവരും നീയത്ത് നല്ലാക്കട്ടെ, ഞങ്ങളെല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മ അബ്ബയുടെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അങ്ങ് ഹയാത്തുണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.